ഹായ് ഹലോ അസ്സാമലൈക്കും. അപ്പോൾ ഇന്ന് എമ്മിയുടെ ബർത്ത്ഡേ ദിവസത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ആൾക്ക് ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഐസിക്ക് ഉമ്മൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പോകാൻ ഇറങ്ങുകയാണ്. ബർത്ത്ഡേക്ക് എങ്ങനെയൊക്കെ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു തരാണ്. സ്പൈഡർമാൻ്റെ കേക്ക് വേണം, അത് മുറിക്കുന്നൊക്കെ പറയുന്നു. അങ്ങനെ ബസ്സിൻ്റെ സമയമായപ്പോൾ താഴെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബസ് വന്നു. അങ്ങനെ ബസ്സിൽ കയറ്റി ആളങ്ങനെ പോയി. സ്കൂൾ പോകാൻ മടിയൊന്നുമില്ല, നല്ല ഇഷ്ടമാണ് സ്കൂൾ പോകുന്ന കാര്യത്തിലൊക്കെ. ഈ പഠിപ്പൊക്കെ നടത്തി കഴിഞ്ഞാലേ അറിയുള്ളൂ സ്കൂൾ പോകാനുള്ള ഇഷ്ടമൊക്കെ. അതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് അപ്പോഴേക്കും കേക്ക് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മീഷോന്ന് പഠിച്ചൊരു ഡെക്കറേഷൻ്റെ സാധനമാണത്. അങ്ങനെ അതൊക്കെ വെച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് നമ്മൾ ബലൂൺ വീർപ്പിച്ച് കഴിഞ്ഞാൽ ഓനത് തട്ടിക്കളിക്കുക, അത് അങ്ങനെ ഓരോന്നോരോന്ന് പൊട്ടിക്കുന്നു. ചെറിയ രീതിയിലുള്ളൊരു സെലിബ്രേഷൻ തന്നെ ഉള്ളൂ. അപ്പം കുറച്ച് ബലൂൺ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് 4:30 ആയപ്പോഴേക്കും ഓൻ്റെ ബസ് വന്ന്. അങ്ങനെ ഓനെയും കൂട്ടി പിന്നെ റൂമൊക്കെ എത്തി. എന്നിട്ട് ഓനോട് പറഞ്ഞു ഞാൻ വിളിക്കുമ്പോൾ ഈ റൂമിലേക്ക് വരുമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓന് ഈ പുറത്ത് നിർത്തിയിട്ട് ഞങ്ങളങ്ങനെ അകത്ത് കയറി. ചെറിയ രീതിയിലൊന്ന് സർപ്രൈസായി. അപ്പോഴേക്കും പോപ്പർ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് റീടേക്കായിട്ട് അവളോട് പിന്നെ വരാൻ പറഞ്ഞിട്ടാണ് പോപ്പർ പൊട്ടിച്ചത്. അവിടെ വകാനുള്ള ഗിഫ്റ്റൊക്കെ ആദ്യം കൊടുത്ത് അപ്പോൾ എന്താണെന്നിങ്ങനെ കുലുക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കഴിച്ച് അതിനുശേഷം പിന്നെ ഗിഫ്റ്റ് പൊട്ടിക്കുന്നു. അതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ അതൊക്കെ പൊട്ടിച്ച് ഇതിനുള്ളിലൊരു റിമോട്ട് വഴി ചെയ്യുന്നു. പിന്നെ മൂന്നാളും കൂടെ കുറച്ച് നേരമൊക്കെ അയിമുള്ള കളി ചെയ്യുന്നു. റൂം ഫുള്ളായിട്ട് ആ പോപ്പർ പൊട്ടിച്ചതിൻ്റെ വേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പോഴേക്കും പുറത്തിങ്ങനെ ചെറിയ രീതിയിൽ മഴ പെയ്ത് തുടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓനക്ക് അതും കൊടുത്ത് പിന്നെ മഹരിബിൻ്റെ ടൈം ആയപ്പോഴേക്കും നല്ല മഴ പെയ്യൽ തുടത്തിയിട്ടുണ്ടായിരുന്നു. നൈറ്റ് പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്നുള്ള ലെവലിൽ അങ്ങനെ പുറത്തിറങ്ങി ഞങ്ങൾ. അവിടെ പുതിയതായിട്ടൊരു മന്തിയുടെ ഷോപ്പ് തുറന്നിട്ടുണ്ട്. അൽ ഡ്രീം അങ്ങനെ എന്തോന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ചെന്നപ്പോൾ തന്നെ ഓനക്ക് ബേബി ചെയർ കിട്ടി. അങ്ങനെ ഓനെ അതിലിരുത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫുഡ് എത്തി. അപ്പം ഫുഡ് അടിപൊളി ഫുഡ് ചെയ്യുന്ന അവിടുത്തെ. അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വേറെ വീഡിയോ ആയിട്ടും വരാം. അസ്സലാമു അലൈക്കും. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.